ഒത്തിരി പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതുപോലൊരു പാളിച്ച ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. സംഭവം എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിലും എന്തൊക്കെയോ എവിടേക്കോ ഉണ്ട്. നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്നതിന് മുന്നേ തന്നെ വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കണം, ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ പ്ലാനിങ്ങിൽ എവിടെയോ ഒരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മളങ്ങോട്ട് വിചാരിച്ച രീതിക്ക് കിട്ടിയില്ല. അതിൻ്റെ നിരാശയോടും സങ്കടവും ദേഷ്യം ഒക്കെ പാടെ തീർത്ത് പിന്നെ ആ കുഴച്ച് വെച്ച പുട്ടിയിലായിപ്പോയി. പിന്നെ ആ പുട്ടി വെച്ച് നമ്മളിതിപ്പോൾ തേച്ച് വരതി പിടിപ്പിച്ച് അതങ്ങോട്ട് സെറ്റാക്കി ഇട്ടേറും. എന്തൊരു സമാധാനമാണെന്നറിയോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ദേഷ്യമൊക്കെ മാറി നോക്കുമ്പോൾ ഞാൻ ആ സാധനം ബോയ് എടുത്ത് കൊടുന്ന് അവിടെ എവിടെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റത്തെ ദിവസം വെറുതെ തിരുമ്പുന്ന നേരത്തൊന്ന് നോക്കി നോക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഐറ്റം. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് കളർ ചെയ്താൽ സെറ്റാകുമായിരിക്കും എന്ന്. അങ്ങനെ ഞാൻ കളർ ചെയ്തു. ഇത്ര കളർ ചെയ്യണം എന്നൊന്നും വിചാരിച്ചതായിരുന്നില്ല കേട്ടോ. പക്ഷേ അങ്ങനെ എനിക്ക് പറ്റിപ്പോയി. സംഭവം ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ളതൊന്നും മറക്കാതെ പറഞ്ഞേക്ക്. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഈ തൽക്കാലം ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ചെയ്തേക്ക്. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോ കാണുവരേക്കും ബൈ ബൈ.